കേരള സ്റ്റോറി 2 സിനിമയുടെ പ്രമേയം കേരളത്തെക്കുറിച്ച് മാത്രമല്ല എന്ന അണിയറ പ്രവർത്തകർ. കേരളത്തിൽ നിന്നും ആരംഭിച്ച ലവ് ജിഹാദ് എങ്ങനെ രാജ്യവ്യാപകമായി പടർന്നു എന്നാണ് ചിത്രം വിശദീകരിക്കുന്നത്. ആഴത്തിൽ പഠനം നടത്തിയാണ് സിനിമ തയ്യാറാക്കിയതെന്നും സംവിധായകൻ കാമക്യ നാരായണൻ സിംഗ് വ്യക്തമാക്കി. റിലീസിന് മുൻപ് തന്നെ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ച കേരള സ്റ്റോറി 2 എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരാണ് യഥാർത്ഥത്തിൽ ലവ് ജിഹാദിനിരയായവർക്കൊപ്പം ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടത്. मैं तुमसे बहुत प्यार करता हूँ, ऐसा है कि तुम्हें ना इस्लाम की स्टडी यहाँ रहकर सीखनी होगी. मैंने कहा मैं इस्लाम को कैसे सीखूँ, मेरे को समझ नहीं आता है ये सब. तो बोले कि नहीं, हमें निकाह करना होगा ना, इसके लिए इस्लाम को तुम्हें पढ़ना होगा और इस्लाम सीखना होगा. वहाँ इतना टॉर्चर था कि वो 5 मिनट के लिए बस मिला और बस ये बोलकर चला गया. കേരള സ്റ്റോറി 2 കേരളത്തെക്കുറിച്ച് മാത്രമുള്ള സിനിമയല്ലെന്നും കേരളത്തിൽ നിന്ന് ലവ് ജിഹാദ് എങ്ങനെ രാജ്യവ്യാപകമായി പടർന്നുവെന്നാണ് ചിത്രം വിശദീകരിക്കുന്നതെന്നും സംവിധായകൻ കാമക്യ നാരായൺ സിംഗ് വ്യക്തമാക്കി. സത്യം അംഗീകരിക്കണമെന്നും ആഴത്തിൽ പഠനം നടത്തി കണ്ടെത്തിയ വസ്തുതകളാണ് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയതെന്നും നിർമ്മാതാവ് വിപുൽ അമൃത്ലാൽ ഷാ പറഞ്ഞു. ലവ് ജിഹാദ് യാഥാർത്ഥ്യമാണെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ മുൻപ് നിയമസഭയിൽ സമ്മതിച്ചതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. The then CM had put a report which said if you are going to be blind towards a problem in your state, which is a wonderful state, you are destroying the state. You are responsible, not us. We are bringing the problem to you. കേരള സ്റ്റോറിയുടെ ഒന്നാം ഭാഗം കേരളത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നുവെന്നും അണിയറ പ്രവർത്തകർ പറഞ്ഞു. ജനം, ഡൽഹി.